കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. ഈ ബിഗ് ബോസിനകത്ത് റിയാസ് വന്നു കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ബഹളവും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പ്രശ്നം ബഹളം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ലക്ഷ്മിയുടെ മുഖത്ത് ഈ റിയാസ് ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണെന്നറിയാം, റിയാസ് ആരാണെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മുഖഭാവം ലക്ഷ്മിക്ക് റിയാസിനോട് ദേഷ്യമോ അല്ലെങ്കിൽ റിയാസിനോട് ഇഷ്ടമില്ലായ്മയോ അല്ലെങ്കിൽ റിയാസ് വരുന്നതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ആ ലക്ഷ്മിയുടെ മുഖത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്ത് സന്തോഷത്തോടെ ചിരിച്ച് റിയാസിനെ സ്വീകരിക്കുന്ന ലക്ഷ്മിയാണ് നമ്മളവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ലക്ഷ്മിക്ക് ഈ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ഈ ആൾക്കാരോട് വ്യക്തിപരമായി ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ആ ജനങ്ങൾ സമ്മതിക്കും? ആരും സമ്മതിക്കത്തില്ല. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അല്ലെങ്കിൽ ഒരു അതിഥിയായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഒഴിഞ്ഞ് പുറകോട്ട് മാറാൻ നിൽക്കും. അതുപോലെ തന്നെ നമുക്ക് ആ മുഖത്ത് ആ സന്തോഷം വരത്തില്ല. ആ സന്തോഷം കാണാൻ നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം. ഇവിടെ മുഖം എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്ക്. എന്തെങ്കിലും മുഖഭാവം ലക്ഷ്മിയുടെ മുഖത്തുണ്ടാകുന്നുണ്ടോ? റിയാസ് വരുന്നുണ്ടോ എന്നുള്ള ദേഷ്യം എന്തെങ്കിലും വരെ ഉണ്ടാകും. റിയാസ് കയറി വരുമ്പോൾ ലക്ഷ്മി എന്ത് സന്തോഷിച്ച് കൈയടിച്ച് ചിരിച്ചുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അന്നായിരുന്ന സമയത്ത് അവർക്ക് ആ ദേഷ്യം വന്ന സമയത്ത് അവർ വായിന്ന് വന്ന ഒരു വാക്കാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ആദിലയോ നൂറയോ അവർ ഇഷ്ടമല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവരുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളാണ് ലക്ഷ്മിക്ക് ഇഷ്ടമല്ലാത്തതെന്നാണ് പ്രത്യേകം പറഞ്ഞേക്കുന്നത്. അത് ഈ ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് തോന്നുന്നു ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക്. മനസ്സിലായില്ലേ? ഒരിക്കലും അവരുടെ ആ തീരുമാനത്തിൽ അവരെ ഉറച്ചു നിൽക്കുന്നു. അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. കാരണം ആരെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവരുടെയും വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീട്ടിൽ കയറ്റുമായിരിക്കാം. പക്ഷേ നമുക്കത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ലാലേട്ടന് പറയാൻ പറ്റുമോ എല്ലാവരുടെയും വീട്ടിൽ കയറ്റണമെന്ന്? അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് നെഗറ്റീവ്സും വരുന്നതിന് പേരിൽ ഞാൻ ഒന്ന് ചകഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് കണ്ട കാര്യം ലക്ഷ്മി എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ ലക്ഷ്മി എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം മാത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.